ചേരാം ദൈവസന്നിധിയിൽ, പാടാം പാടാം തിരുനാമം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ, പാടാം പാടാം തിരുനാമം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ഗുരുരൂപം കാണുക, ഗുരുനിയമങ്ങൾ പാലിക്കുക. ഗുരുരൂപം കാണുക, ദൈവശക്തി ഏവരെയും കാത്തുരക്ഷിച്ചിടട്ടെ. മായാബന്ധം മാറട്ടെ, മാലിന്യങ്ങൾ മാറട്ടെ. മായാബന്ധം മാറട്ടെ, മാലിന്യങ്ങൾ മാറട്ടെ. മാനസത്തിലാനന്ദം ഏവരിലും കാണട്ടെ. മായാബന്ധം മാറട്ടെ, മാലിന്യങ്ങൾ മാറട്ടെ. മാനസത്തിലാനന്ദം ഏവരിലും കാണട്ടെ. സർവാത്മാക്കളുടെയും സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടി തിരുവവതാരമായി വന്ന ജഗദീശ്വരൻ ആ മഹാകാരുണ്യ ഹൃദയം തുറന്ന് അനേകം നിയമങ്ങൾ ലോകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ നിയമങ്ങളും പാലിക്കുവാൻ സമയമാകുമ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. എല്ലാത്തിൻ്റെയും ഉൾപ്പൊരുളായി നിൽക്കുന്നത് ആ പരമപ്രേമമാണ്. അതുപോലൊരു പ്രേമം ലോകത്തിൽ വേറെ ഒന്നിനുമില്ല. ജീവാത്മാ പരമാത്മാ ലയനം, അതാണ് ആ പ്രേമത്തിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ തന്നിൽ നിന്ന് ഉത്ഭവിച്ച് ഈ ലോകത്തിൽ വന്ന് കളങ്കത്തിൽപ്പെട്ടുപോയ തൻ്റെ ആത്മാക്കളെ ശക്തിയോടെ തിരിച്ചെടുക്കുവാനുള്ള പരാശക്തിയുടെ പരിശ്രമം, ആ മഹാകാരുണ്യം, അതാണ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നിയമങ്ങളും. അപ്രകാരം ഉന്നതനാകുന്ന ഗുരുവിൻ്റെ സമ്പൂർണമായ വാഴ്ച ഓരോ ഹൃദയങ്ങളിലും അനുഭവമാകുവാൻ, ശാന്തിയായ അനുഭവമാകുവാൻ തക്ക വിധത്തിൽ മഹാശക്തി അനുവദിച്ച് അനുഗ്രഹിച്ച് ദാനം ചെയ്തിരിക്കുന്ന 12 വെള്ളിയാഴ്ച വ്രതം, ഈ വർഷത്തെ ആ വ്രതം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ അരുമ കുഞ്ഞുങ്ങൾ ഒത്തുചേർന്ന് ഇന്നേ ദിനം ഇതെല്ലാം ആരംഭിക്കുന്നു. എല്ലാ ഹൃദയങ്ങൾക്കും ഒരു പ്രത്യേക കരുതലോടുകൂടി ഈ വ്രതം ആചരിക്കുവാനും യാതൊരുവിധ മാലിന്യങ്ങളും ഭവിക്കാതെയും ഹൃദയം അശുദ്ധമാക്കാതെയും കാത്ത് സൂക്ഷിച്ച് വ്രതമെടുത്ത് ആ സന്തോഷമായ ചിത്തത്തോടുകൂടി ഇവിടെ വന്ന് തീർത്ഥാടകരായി വന്ന് ഗുരുവിനെ കണ്ട് ആനന്ദം അനുഭവിക്കുവാൻ തക്കവിധം സർവ്വതും ജഗദീശ്വരൻ ഒരുക്കുവാൻ വേണ്ടി നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. കാരണം ആത്മബോധോദയ സംഘത്തിൻ്റെ കേന്ദ്രസ്ഥാപനമായ ഈ മഹാക്ഷേത്രത്തിൽ, കലിയുഗ ക്ഷേത്രത്തിൽ ഒത്തുജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ചവരാണ് ഇപ്പോൾ ഈ നിൽക്കുന്നവർ കൂടുതൽ ആളുകൾ. നമ്മൾ ഇവിടെ നിന്ന് ഈ കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ലോകവാസികളുടെ നന്മയ്ക്കും അവരുടെ സുഖത്തിനും അവരുടെ എല്ലാം സുഗമമായ തീർത്ഥയാത്രയ്ക്കും വേണ്ടിയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വ്രതമെടുക്കുമ്പോൾ
നിങ്ങളുടെ ഹൃദയം ശുദ്ധമാവുകയും വന്നു ചേരുന്നവർക്ക് അത് ആനന്ദമായി ഭവിക്കുകയും ചെയ്യുമ്പോൾ അത് പരാർത്ഥമായ കർമ്മമാകുന്നു. അതിന് പരാർത്ഥമായ കർമ്മത്തിന് ഉന്നതമായ ഫലം അത് നിഷ്കളങ്കമാണ്. ആ നിഷ്കളങ്കം നിങ്ങളിൽ വർദ്ധിക്കും തോറും നിങ്ങൾ നിത്യാനന്ദത്തിന് അവകാശികളായി തീർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ദുഃഖമില്ലാത്ത ഒരു സുഖജീവിതം ഈ 12 വെള്ളിയാഴ്ച വ്രതകാലത്ത് അനുഷ്ഠിക്കുവാനും അനുഭവിക്കുവാനും തക്ക വിധത്തിൽ മഹാശക്തി എല്ലാവരിലും നിറഞ്ഞു വാഴുമാറാകട്ടെ. പ്രാവശ്യത്തെ ഈ വ്രതം ആരംഭിക്കുന്നത് ഈ കാർത്തിക പക്കനാൾ കൂടി ഒത്തുവന്ന ഈ ദിനത്തിലാണെന്നുള്ളത് അതിൻ്റെ ഒരു പുണ്യത കൂടിയാണ്. ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇതൊക്കെ അനുഷ്ഠിക്കേണ്ടുന്ന കാലമാണ്. വിട്ടുവീഴ്ചകൾ പലതും ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പരിഹരിച്ച് ഓരോരുത്തരെയും വീണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ആ വിട്ടുവീഴ്ചകളിലേക്ക് പോകുമ്പോൾ അതൊക്കെ മഹാപരാധങ്ങളായി പോകും. കാരണം കുഞ്ഞ് നമുക്കൊരു ശല്യം ചെയ്ത് അവനോട് ക്ഷമിക്കുന്നത് പോലെ വളർന്നു കഴിഞ്ഞ് നമ്മൾ ക്ഷമിക്കാറില്ല. അതുപോലെ നമ്മൾ പരമ്പരയായി ഇതിലേക്ക് വളർന്ന് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിരമായി അങ്ങ് കുറവുകൾ വരുത്തിക്കളയാം, അത് കുഴപ്പമില്ല, ഭഗവാൻ ക്ഷമിച്ചോളും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കുറവുകളില്ലാത്ത ജീവിതം ചെയ്യുവാൻ പരിശീലനം നേടണം. അപ്പം അതിനാണ് വീണ്ടും വീണ്ടും ഇതെല്ലാം ഓർപ്പിക്കുന്നത്. യാതൊരു വിധത്തിലും ഒരു അപാകതയും വരാതെ എൻ്റെ ഗുരുവിൻ്റെ ഹിതമായി ഈ പ്രാവശ്യത്തെ 12 വെള്ളിയാഴ്ച വ്രതം എടുക്കണം എന്ന് തീരുമാനം ചെയ്തവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കണ്ട. മഹാശക്തി മനഃശക്തിയായി നിങ്ങളിൽ നിറഞ്ഞു വാഴുമാറാകട്ടെ. ദുഃഖമെല്ലാം തീരട്ടെ, സന്തോഷം വർദ്ധിക്കട്ടെ. ദുഃഖമെല്ലാം ദുഃഖമെല്ലാം തീരട്ടെ, സന്തോഷം വർദ്ധിക്കട്ടെ. സന്താപം കൂടാതെ എന്നും ആത്മാക്കൾ ജീവിക്കട്ടെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. 12 വെള്ളിയാഴ്ച വ്രതം 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. ആത്മബോധോദയ സംഘസ്ഥാപകൻ നടക്കട്ടെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. ആത്മബോധോദയ സംഘസ്ഥാപകൻ നടക്കട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ. ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ. ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ. ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ.
ആനന്ദിക്കാത്മാക്കൾ ആപത്തൊന്നും കൂടാതെ ആനന്ദിക്കാത്മാക്കൾ 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 ആപത്തൊന്നും കൂടാതെ ആനന്ദിക്കാത്മാക്കൾ 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ സർവദോഷം തീരട്ടെ സർവശാന്തി നൽകട്ടെ സർവദോഷം തീരട്ടെ സർവശാന്തി നൽകട്ടെ ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ ആനന്ദിക്കാത്മാക്കൾ 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 ആപത്തൊന്നും കൂടാതെ ആനന്ദിക്കാത്മാക്കൾ വ്രതമെടുക്കുന്നു ഞങ്ങൾ അഖില ലോകേശ വ്രണിതമാകാതെ ഹൃദയം കരുതിക്കൊള്ളണേ വ്രതമെടുക്കുന്നു ഞങ്ങൾ അഖില ലോകേശ വ്രണിതമാകാതെ ഹൃദയം കരുതിക്കൊള്ളണേ വ്രണിത ചിന്തയാൽ ഹൃദയം മലിനമാകാതെ വ്രതമെടുക്കുവാൻ നാഥ കരുതിക്കൊള്ളണേ വ്രണിത ചിന്തയാൽ ഹൃദയം വ്രതമെടുക്കുന്നു ഞങ്ങൾ അഖില ലോകേശ ഗണിതമാകാതെ ഹൃദയം കരുതിക്കൊള്ളണേ വ്രണിത ചിന്തയാൽ ഹൃദയം മലിനമാകാതെ വ്രതമെടുക്കുവാൻ നാഥ കരുതിക്കൊള്ളണേ ആത്മലോകരക്ഷാർത്ഥം തിരുവവതാരമായി വന്ന ജഗദീശ്വരൻ ഇഹപരലോകത്തിൻ്റെ ഉടമസ്ഥനാകുന്ന ദൈവം ലോകത്തിൽ ആ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിച്ച പ്രകാശമാണ് ആത്മബോധോദയ സംഘമായി നിലകൊള്ളുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ 4 ചുവരുകൾക്കുള്ളിലുള്ളതല്ല ആത്മബോധോദയ സംഘം. ബൃഹത്തായ, അതിബൃഹത്തായ അല്ലെങ്കിൽ അതിവിശാലമായ വാക്കുകളൊന്നും അതിന് ഉചിതമല്ല. എങ്കിലും അതിവിശാലമായ തൻ്റെ ജ്ഞാനത്തെ ലോകവ്യാപകമായി വളർത്തുവാനുള്ള അല്ലെങ്കിൽ തെളിയിക്കുവാനുള്ള തൻ്റെ ജ്ഞാനത്തെ ഉള്ളടക്കമാക്കി നിലനിർത്തിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ അറിവാണ് ആത്മബോധോദയ സംഘം.
ഇത് തെളിയിക്കപ്പെടുവാനുള്ളതാണ്, അറിയിക്കപ്പെടുവാനുള്ളതാണ്, അറിഞ്ഞ് ആനന്ദിക്കുവാനുള്ളതാണ്. കാരണം ഇതെല്ലാവരിലും നിലകൊള്ളുന്ന അറിവാണ്, പുതിയതല്ല. പക്ഷേ വേണ്ട വിധത്തിൽ അത് തെളിഞ്ഞ് പ്രകാശിക്കുവാൻ സ്വയമേവ സാധ്യമല്ല എന്ന് കണ്ടുകൊണ്ടാണ് മഹാശക്തി ഒരു രൂപം കൈക്കൊണ്ട് പ്രകൃതിയിലേക്ക് ആഗതമായി വന്ന് തൻ്റെ ദിവ്യജ്ഞാനത്തെ അതിൻ്റെ സൂക്ഷ്മാവസ്ഥയിൽ നിങ്ങളിലേക്ക് തന്നിരിക്കുന്നു. ആ ജ്ഞാനം ഗ്രഹിച്ചവരെല്ലാം ആത്മബോധോദയ സംഘാംഗങ്ങളാണ്. അതിവിശിഷ്ടമായ തൻ്റെ സിംഹാസനത്തെ അഥവാ ആത്മാവിനെ വിശിഷ്ടമായ അവസ്ഥയിൽ തന്നെ, മഹത്വപൂർണമായ അവസ്ഥയിൽ തന്നെ ലോകത്തിൽ നിലനിർത്തുവാനും അതിലേക്ക് തനിക്ക് എപ്പോഴാണോ തനിക്ക് ആവശ്യമെന്ന് തോന്നുന്നത്, എപ്പോഴാണോ തനിക്ക് ആഗ്രഹം തോന്നുന്നത്, അപ്പോഴൊക്കെ കടന്ന് വസിച്ച് ആനന്ദിക്കുവാൻ താൻ ഒരുക്കുന്ന ഉന്നതമായ ഒരുക്കങ്ങളാണ് ഈ നിയമങ്ങളെല്ലാം. ഇപ്പം ഇവിടെ ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സിംഹാസനം ഒരുക്കിയിട്ടിട്ട് ഇതിലേക്ക് ഓരോ കാര്യങ്ങൾക്കായി ഞാൻ വന്ന് ഉപവിഷ്ടനായിരുന്നുകൊണ്ട് നിങ്ങളെ ദർശിക്കുന്നു, അനുഗ്രഹിക്കുന്നു, പലവിധ കാര്യാദികൾ നിങ്ങളോട് ആലോചിച്ച് ഓരോന്ന് പൂർത്തീകരിക്കുന്നു, നിങ്ങളിലേക്ക് ഇതിന് ഉത്ബോധം തരുന്നു, ഉത്കൃഷ്ട തത്വങ്ങളെ ഉപദേശിക്കുന്നു. ഇതെല്ലാം നടത്തുന്നത് ഇപ്രകാരം ഒരുക്കിയിട്ടിട്ട് താൻ തന്നെ അധിവസിച്ചിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഉള്ള ഒരു മഹാസിംഹാസനമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാവ്. അതിൽ പ്രത്യക്ഷമായി വാഴേണ്ടത് ആ മഹാശക്തിയാണ്. അവിടെ ആവശ്യമില്ലാത്ത കർമ്മദോഷങ്ങളാൽ വന്നുപോയ കുറവുകൾ നിറഞ്ഞങ്ങനെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, വളരെ കാലമായി പൈപ്പ് ലൈൻ വലിച്ച് വീടുകളിൽ ജലം ഉപയോഗിക്കുന്നവർക്കറിയാം, വർഷങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരുന്നത് കുറയും. അപ്പോൾ പ്ലംബിങ്ങുകാരനെ വിളിക്കും, അല്ല അറിയാവുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യും. അപ്പോൾ പൈപ്പ് മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരു സൂചി കിടത്താനുള്ള വിടവ് പോലും ഇല്ല. എന്തുപറ്റി? ഈ ജലത്തിൽ പലപ്പോഴായി വന്ന മാലിന്യങ്ങൾ അങ്ങനെ അടിഞ്ഞുകൂടി പൈപ്പ് അങ്ങ് അടഞ്ഞു പോയതാണ്. ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സംഭവിച്ചതല്ല, പല വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. എത്ര ശുദ്ധമായ ജലമാണെന്ന് പറഞ്ഞാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങളുണ്ടാകും. അത് പല ഭവനങ്ങളിലും ഇത് നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ ജന്മജന്മാന്തരമായി ചെയ്ത കർമ്മങ്ങൾ വേണ്ട വിധത്തിൽ ശുദ്ധീകരിച്ച് കൊണ്ടുപോകുവാൻ കഴിയാതെ പോയതുകൊണ്ട് പല മാലിന്യങ്ങളും അതിലേക്ക് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞു കൂടി. കാരണം എന്താണ്? നരകത്തിൽ നിന്നെടുത്ത നരശരീരത്തിലാണ് ആത്മാവ് ഇപ്പോൾ കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള ഉപകരണങ്ങളാണ് ജന്മജന്മാന്തരമായി നിങ്ങൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതാതിൻ്റേതായ അറിവിനനുസരിച്ച് നിന്നുകൊണ്ട് ഓരോന്നും നിങ്ങൾ പ്രവർത്തിച്ചു. അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ ഇപ്പോഴും ഈ ലോകത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതൊരു ഊരാക്കുടുക്കാണ്. ഈ കുടുക്കഴിക്കണമെങ്കിൽ ഇത് നിർമ്മിച്ച ആളിന് മാത്രമേ സാധിക്കൂ. ഇതൊരു പ്രത്യേക വൈഭവം അതിനുണ്ടാവണം. ആ ആൾ തന്നെ വന്ന്, സൃഷ്ടിച്ച സൃഷ്ടിതാവ് തന്നെ വന്ന് അതിൻ്റെ വ്യവസ്ഥകളെ തെളിയിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാനുള്ള വഴി, ഏക വഴി. അതെന്താണ്? സമ്പൂർണ്ണ ജ്ഞാന വഴിയാണ്. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നാമവും നിയമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. തീരുമാനമാണ് നമുക്ക് ഉന്നതമായ ഫലം തരുന്നത്. തീരുമാനം. ചില ആളുകളുണ്ട് പല കാര്യങ്ങളും തീരുമാനിക്കും, പക്ഷെ നടത്താൻ കഴിയില്ല. അപ്പോൾ ആ എടുത്തതിൻ്റെ പേര് തീരുമാനമെന്നല്ല, ഒരാലോചന മാത്രമേ നടന്നുള്ളൂ, അല്ലേ? തീരുമാനം എന്ന് പറഞ്ഞാൽ അത് അന്ത്യം വരെ പാലിക്കുന്നതിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലം പൂർത്തീകരിക്കുന്നത് വരെ അത് ചെയ്യുന്നതിനാണ് തീരുമാനം എന്ന് പറയുന്നത്. അപ്പം നാമവും നിയമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് അടുത്ത ആഴ്ച നാമവും നിയമവും പാലിക്കണം.
അപ്പോൾ അതിനൊന്നും ഒരുങ്ങി എല്ലാം റെഡിയായി. ഇപ്പോൾ പറ്റുന്നില്ല, പല സാഹചര്യങ്ങളും കൊണ്ട് അത് പറ്റിയില്ല. അത് പിന്നെ അടുത്ത ആഴ്ചയാണ്. അത് തീരുമാനമല്ല. തീരുമാനം എന്ന് പറഞ്ഞാൽ സത്യം കേൾക്കുന്ന നിമിഷം മുതൽ മനസാ വാചാ കർമ്മണ സൂക്ഷിച്ചു ജീവിച്ചിടാം. മനസാ മനസാ വാചാ കർമ്മണ സൂക്ഷിച്ചു ജീവിച്ചിടാം. മഹശക്തി അടിയനിൽ സ്ഥിരമായി വാഴണമേ. മനസാ വാചാ കർമ്മണ സൂക്ഷിച്ചു ജീവിച്ചിടാം. മഹശക്തി സ്ഥിരമായി വാഴണമേ. മനസ്സിൻ്റെ ഉടമസ്ഥ മനശക്തി നൽകിടണേ. മനസ്സിൻ്റെ മനസ്സിൻ്റെ ഉടമസ്ഥ മനശക്തി നൽകിടണേ. മനസ്സിൻ്റെ ആത്മാവിനുടമസ്ഥ ആത്മശക്തി നൽകിടണേ. മനസ്സിൻ്റെ ഉടമസ്ഥ മനശക്തി നൽകിടണേ. മനസ്സിൻ്റെ ആത്മാവിനുടമസ്ഥ ആത്മശക്തി നൽകിടണേ. തിരുവിച്ഛ ചെയ്തിടുവാൻ ഇച്ഛാശക്തി നൽകണേ. തിരുവിച്ഛ തിരുവിച്ഛ ചെയ്തിടുവാൻ ഇച്ഛാശക്തി നൽകണേ. തിരുവിച്ഛ ചെയ്തിടുവാൻ ഇച്ഛാശക്തി നൽകണേ. ആനന്ദം ഭവിക്കുവാൻ ചൈതന്യം നിറയ്ക്കണേ. ആനന്ദം തിരുവിച്ഛ ചെയ്തിടുവാൻ ഇച്ഛാശക്തി നൽകണേ. തിരുവിച്ഛ ആനന്ദം ഭവിക്കുവാൻ ചൈതന്യം നൽകണേ. ആനന്ദരൂപനായ എൻ്റെ ഉടമസ്ഥനേ. ആനന്ദരൂപനായ എൻ്റെ ഉടമസ്ഥനേ. ആനന്ദരൂപനായ
ആനന്ദരൂപനായ എൻ്റെ ഉടമസ്ഥനേ, അങ്ങേക്കായടിയനെ എന്നാളും കരുതണേ. ഇങ്ങനെ സത്യം സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ ഉത്കൃഷ്ടമായ ഈ ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഉന്നതമായ ആ സത്യത്തെ തന്നെ ആയിത്തീരുവാൻ, സത്യത്തിൽ തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവാൻ ഉള്ള പ്രാപ്തിയാണ് നമ്മൾ പരിശീലിച്ച് നിലനിർത്തേണ്ടത്. അവിടെയാണ് ആ തീരുമാനം ഉണ്ടാവുന്നത്. സത്യം പാലിച്ചു കൊള്ളാം, മരണക്കിടക്ക് വരെ ജീവിച്ചു കൊള്ളാം എന്നൊക്കെ സത്യം ചെയ്യുമ്പോൾ ഇത് ഉന്നതമായ ഫലമായി, അഥവാ ഒരാത്മാവ് അതിൻ്റെ പരിപൂർണാവസ്ഥയിലേക്ക്, പരമാനന്ദാവസ്ഥയിലേക്ക് ലയിക്കണമെങ്കിൽ ഈ തീരുമാനം പൂർണ്ണമായി നടപ്പാക്കപ്പെടണം. അവിടെയാണ് തീരുമാനം. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആലോചന മാത്രമേ ഉള്ളൂ, തീരുമാനമല്ല. പല കാര്യങ്ങൾ പലയിടത്ത് ആലോചിക്കും. തീരുമാനം എടുക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു അറിവും പ്രാപ്തിയും ഉള്ളവരൊക്കെ ആയിരിക്കണം, അല്ലേ? അപ്പം നമുക്കൊരു തീരുമാനം, നിയമം പാലിച്ച് ജീവിക്കാനുള്ള തീരുമാനം. ഇപ്പോൾ ഈശ്വരൻ ലോകത്തിൽ പ്രത്യക്ഷമായി നിന്ന് സർവദോഷവും തീർത്ത്, സന്താപങ്ങൾ തീർത്ത്, ദുഃഖങ്ങൾ തീർത്ത് ആത്മലോകത്തെ ആനന്ദത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ തക്ക വിധത്തിലുള്ള ഒരു ഉന്നത നിയമം ലോകത്തിൽ സ്ഥാപിച്ചതാണ് നമ്മുടെ 12 വെള്ളിയാഴ്ച വ്രതം. ഈ 12 വെള്ളിയാഴ്ച വ്രതമാണിപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ആരംഭിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കിയാൽ ആശ്രമം നിറയെ ആളുകൾ ഇരിക്കുകയാണ്. അപ്പം ഇത് ആവേശമാണ്. ഇത് ആരംഭശൂരത്വമായി പോകരുത്. ഈ ആവേശം 2-3 ആഴ്ച കഴിയുമ്പോൾ കെട്ടടങ്ങരുത്. കെട്ടടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അന്തസ്സാരമായി നിൽക്കുന്ന ഇതിൻ്റെ അവസ്ഥ അഥവാ തത്വം വേണ്ട വിധത്തിൽ ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പലവിധ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ തളർന്നു പോകും, സ്വാഭാവികമാണ്. പക്ഷെ തളരാതെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള ഊർജം നമ്മളിൽ തന്നെ നമ്മൾ സംഭരിച്ചു വയ്ക്കണം. അത് അകമേ നിന്നും പുറമേ നിന്നും ആ ഊർജത്തെ സമ്പാദിക്കുവാനും സംഭരിക്കാനുമുള്ള ഒരു ഉന്നത നിയമമാണ് ദൈവം ലോകത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. അകമേ നിന്ന് സ്വീകരിക്കണം, പുറമേ നിന്നും സ്വീകരിക്കണം. പുറമേ നിന്ന് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? സത്തുക്കളുമായുള്ള സത്സംഗം, അതിൽ നിന്ന് നല്ലതിനെ. ഈ സത്തുക്കളെന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള സത്തുക്കളിൽ പലരിലും പല വിധത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. അത് മറച്ചു വെച്ച് മുന്നോട്ട് പോകുവാൻ പലർക്കും കഴിയില്ല, കാരണം അതാണ് മുറ്റി നിൽക്കുന്നത്. അപ്പോൾ നല്ലത് പറയുന്ന ഒരാളുടെ കയ്യിൽ വേറെ പലതും ഉണ്ടാവും. അപ്പോൾ അതിനെ വേർതിരിച്ച് മാറ്റിവെക്കാനുള്ള ഒരു കഴിവ് കൂടി നമുക്കുണ്ടാവണം. അതിനാണ് ഈ അകമേ നിന്ന് നമ്മൾ സംഭരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ സ്വയം ഒരു ബോധം ഉണ്ടാവണം. അറിവുള്ളവർക്കേ അറിവ് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അറിയുന്ന അറിവും അറിയിക്കുന്ന അറിവും രണ്ടായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രണ്ടും ഒന്നാണ്. അറിയുന്ന അറിവ് ആത്മാവും അറിയിക്കുന്ന അറിവ് പരമാത്മാവുമാണ്. അപ്പം ഈ അറിയിക്കുന്ന അറിവുകളെ സ്വീകരിച്ച് നിയമപ്രകാരം ജീവിക്കുന്നവർക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാകും. ആ പ്രാപ്തിയിൽ നിന്നുകൊണ്ട് വേണം നമ്മളിപ്പോൾ സത്തുക്കളുമായി സത്സംഗം ചെയ്യുമ്പോഴും ആ പ്രാപ്തിയിൽ നിന്നുകൊണ്ട് വേണം. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പലതും നമ്മുടെ തലയിൽ കയറിപ്പോകും. അങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ കയറിയാൽ അവിടെ ഇരുന്നത് കേടുണ്ടാക്കും. കൊമ്പഞ്ചെല്ലി തെങ്ങിനകത്ത് കയറുന്നത് പോലെയാണ്. അറിയില്ല, വെളിയിൽ നോക്കിയാൽ ഒരു കാര്യവും നമുക്കറിയാൻ പറ്റില്ല. തലയെ ആഴ്ച കയറി തേങ്ങ ഇട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടില്ല. കാരണം അവനതിനകത്തിരിക്കുക. അപ്പോൾ കാണാൻ എല്ലാം കൂടെ അളിഞ്ഞതാണ്ട് കിടക്കും, തലയെ കുത്തി മണ്ട ഇഞ്ഞ് വീണു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. എന്താ കാരണം? എടുത്തു നോക്കുമ്പോൾ ഇവൻ ഒരു ദ്വാരമേ ഇട്ടുള്ളൂ. അത്രയും വലിയ തെങ്ങിനകത്ത് ഈ കൊമ്പൻ ചെല്ലി കയറിപ്പോയ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവൻ കയറിപ്പോയ ഒരു ചെറിയ വഴി. പക്ഷേ കവർന്ന് പിടിച്ചത് എവിടെയാണ്? അതിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗത്താണ്, മർമ്മത്താണ് പിടികൂടിയത്. അതാ തലയും കുത്തി വീണുപോയി. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഗുരുവിനെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം. അതാണിപ്പോൾ കീർത്തിച്ചത്.
മനഃശക്തി ഉണ്ടാകണമെങ്കിൽ മഹാശക്തി നമ്മളെ അനുഗ്രഹിക്കണം. ആത്മശക്തി ഉണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ ഉടമസ്ഥനാകുന്ന മഹാശക്തി നമ്മളെ അനുഗ്രഹിക്കണം. ഇച്ഛാശക്തി, ഓരോ കാര്യങ്ങളെയും തീരുമാനിച്ചതിനെ ഉറപ്പിച്ച് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തി, അത് ഓരോരുത്തരിലും ഉണ്ടാവണം. ഇംഗ്ലീഷിൽ വിൽ പവർ എന്നൊക്കെ പറയും. അതുണ്ടാവണം, ഒരു ധീരത ഉണ്ടാവണം. ഭഗവാൻ പറഞ്ഞു, ഞാൻ സിംഹത്തെപ്പോലെയും എൻ്റെ കുഞ്ഞുങ്ങൾ സിംഹക്കുട്ടികളെപ്പോലെയും ആയിരിക്കണം ലോകത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ്. ആ ധീരതയുടെ പര്യായമായിട്ടാണ് അവിടെ സിംഹത്തെ ഉപയോഗിച്ചത്, അല്ലാതെ കടിച്ചു കീറി തിന്നാനല്ല. കടിച്ചു കീറണം ഏതാണെന്നറിയോ? അജ്ഞാനത്തെ, ആരിലുമുള്ള അജ്ഞാനത്തെ നിഷ്കാസനം ചെയ്യുവാൻ തക്ക വിധത്തിലുള്ള ധീരമായ വാക്കുകൾ നമ്മളിൽ നിന്ന് ഉത്ഭവിക്കണം. ഉപദേശം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ആദ്യത്തെ ആ ഭാഗത്ത് കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു 7 ഭാഗമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു എന്നാണ്. പ്രകാശിക്കപ്പെടണം, അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കപ്പെടണം നമ്മളിൽ ഓരോന്നിനും അതിൻ്റെ അടിസ്ഥാന തത്വമുണ്ട്. ആ തത്വം നമ്മളിൽ കൂടി പ്രകാശിക്കപ്പെടണം. അവിടെയാണ് നമ്മൾ പൂർണ്ണ മനുഷ്യനായിത്തീരുന്നത്. അവിടെയാണ് നമ്മളിൽ ഈശ്വരത്വം ഉണ്ടാകുന്നത്. ആ ഈശ്വരത്വത്തിൽ നിന്നാണ് നമ്മൾ ഗുരു സ്വീകരിക്കുന്നത്. അങ്ങനെ ഈശ്വരൻ രൂപം ധരിച്ച് ഒരാത്മാവിൽ സുസ്ഥിരമായി കഴിഞ്ഞാൽ പിന്നെ ഗുരുരൂപമായി മാറുകയാണ്. അതിനുള്ള വഴിയാണ് ഈ തെളിയിച്ചിരിക്കുന്നതെല്ലാം. അതുകൊണ്ട് ഈ ആരംഭത്തിൽ കാണിക്കുന്ന ആവേശം പോരാ, ഇത് സമാപനം വരെയും ഇതിൻ്റെ തീവ്രമായ ഒരു മഹായജ്ഞത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് എന്നുള്ള ഓർമ്മയോടുകൂടി എല്ലാ ഹൃദയങ്ങളും, ഇപ്പോൾ നിങ്ങളിലുള്ള ഒരുക്കങ്ങളും ആവേശവും ഉണ്ടല്ലോ, ഒരു വിധത്തിൽ 1 ഇഞ്ച് പോലും താഴോട്ട് പോകാതെ നിലനിർത്തിക്കൊണ്ട് 12 വെള്ളിയാഴ്ച വ്രതം എടുക്കാൻ തീരുമാനിക്കുന്നതെന്ന് കൈ ഉയർത്തിക്കണ്ട, കൈ അടിച്ചു കേട്ടാൽ 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ 12 വെള്ളിയാഴ്ച വ്രതം ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ. ഉന്നതവും അതിശ്രേഷ്ഠവുമായ നിയമത്തെ പാലിക്കുവാൻ തീരുമാനിച്ചുകൊണ്ടാണ് നിങ്ങൾ കൈകൾ ഉയർത്തിയത്. അത് നിങ്ങളിൽ ഈശ്വരൻ നിലനിർത്തിക്കൊണ്ട് ഈ 12 വെള്ളിയാഴ്ചകളും വ്രതമെടുത്ത് പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി സ്വർഗസിംഹാസനം ഒരുക്കിക്കൊണ്ട് ഇവിടെ വന്ന് ആനന്ദം അനുഭവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കാർത്തിക പക്കനാൾ കൂടി ഈ വ്രതാരംഭ ദിനത്തിൽ ഒത്തുവന്നിരിക്കുന്നു. അതിൻ്റെ എല്ലാ പുണ്യതകളും ഇന്നത്തെ എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾക്ക് അനുഭവമാകുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മുതൽ പക്കനാൾ സ്തുതി ആരംഭിക്കുകയാണ്. നാളെ പ്രഭാതം വരെയും ഉന്നതമായ നിലയിൽ മഹാശക്തി എല്ലാം നടത്തട്ടെ. എല്ലാ ഭവനങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്ന ആരാധനകളിൽ എഴുന്നള്ളുവാൻ മഹാശക്തിയും ദൂതന്മാരും ഇതാ കാത്തു നിൽക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളിലും ആ എഴുന്നള്ളത്തും ആനന്ദ നടനവും അനുഭവപ്പെടുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ ഉന്നതമായ നിലയിൽ സങ്കല്പ പ്രാർത്ഥനകൾ നടത്തി 1 മണിക്കൂർ 2 മണിക്കൂറൊന്നുമല്ല, നാട്ടിലുള്ള പല സ്ഥലങ്ങളിലും പല ആളുകളും വന്ന് 1 മണിക്കൂറൊന്ന് കുറച്ചോട്ടെ, 2 മണിക്കൂറൊന്ന് കുറച്ചോട്ടെ, ഇത്ര മണിക്ക് നിർത്തിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. വിദേശ രാജ്യങ്ങളിൽ ഇതൊന്നും അനുവദനീയമല്ലാത്ത രാജ്യങ്ങളിൽ എൻ്റെ സന്താനങ്ങൾ 12 മണിക്കൂർ സമയം അവരത് ഹാൾ ബുക്ക് ചെയ്തെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെന്ന് എനിക്ക് ഹാള് തരണമെന്ന് പറഞ്ഞാൽ തരുന്നതല്ല, അതിന് പൈസ അങ്ങോട്ട് എണ്ണി കൊടുക്കണം. 1000 രൂപ അങ്ങോട്ട് എണ്ണി കൊടുക്കുന്നു. എണ്ണിക്കൊടുത്ത് ഹാള് ബുക്ക് ചെയ്ത് അവിടെ ഒത്തുചേർന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, സങ്കല്പിച്ചു. ഇതെല്ലാം ഉന്നതമായി നടത്തിക്കൊണ്ട് മഹാശക്തി വാഴണമേ എന്ന്. വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ, വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ, വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ, വാഴണമേ വാഴണമേ ലോകരക്ഷ ചെയ്തിടുവാൻ സർവശക്തി വാഴണമേ, വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ, വാഴണമേ വാഴണമേ ലോകരക്ഷ ചെയ്തിടുവാൻ സർവശക്തി വാഴണമേ, സർവദോഷം തീർത്തിടുവാൻ സർവശാന്തി നൽകിടുവാൻ, സർവദോഷം
സർവശക്തി ഭൂതലത്തിൽ ദീർഘകാലം വാഴണമേ. സർവദോഷം തീർത്തിടുവാൻ സർവശാന്തി നൽകിടുവാൻ സർവശക്തി ഭൂതലത്തിൽ ദീർഘകാലം വാഴണമേ. ആത്മസുഖം നൽകിടുവാൻ ആത്മനാഥൻ വാഴണമേ. ആത്മസുഖം നൽകിടുവാൻ ആത്മസുഖം നൽകിടുവാൻ ആത്മനാഥൻ വാഴണമേ. ആത്മലോക രക്ഷയ്ക്കായി ഭൂതലത്തിൽ വാഴണമേ. ആത്മസുഖം നൽകിടുവാൻ ആത്മനാഥൻ വാഴണമേ. ആത്മലോക രക്ഷയ്ക്കായി ഭൂതലത്തിൽ വാഴണമേ. വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ. സർവശക്തി വാഴണമേ. അങ്ങനെ സ്വദേശത്തും വിദേശത്തുമായി നടന്ന ആ സങ്കല്പ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് മഹാശക്തി നിങ്ങളിലെല്ലാം അതിൻ്റേതായ ഒരു പ്രത്യേക ചൈതന്യം നിലനിർത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രചോദനവും ആത്മത്തിളക്കവും. ഇത് ഓരോ വെള്ളിയാഴ്ച കഴിയുന്തോറും അത് വർദ്ധിച്ചു 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 വരുമ്പോഴാണ് ഈ സിംഹാസനം കൂടുതലായി ഒരുക്കപ്പെടുന്നത്. അവിടെയാണ് ഭഗവാൻ എഴുന്നള്ളിയിരുന്ന് ആനന്ദിക്കുന്നത്. ആ എഴുന്നള്ളത്തും ആനന്ദ നടനവും അനുഭവമാകുവാൻ തക്ക വിധത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വ്രതമനുഷ്ഠിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ താരാസ്തുതി മഹായജ്ഞവും അടുത്ത് തന്നെ വരികയാണ്. 14-ാം തീയതി ചൊവ്വാഴ്ച അതിൻ്റെ വ്രതം ആരംഭിക്കുന്നു. ഉന്നതമായ നിലയിൽ താരാസ്തുതി നടത്തപ്പെടുവാൻ വേണ്ടി എല്ലാവരും ഉറ്റു പ്രാർത്ഥിക്കുക. ഉന്നതനാകുന്ന ദൈവം ലോകത്തിൽ ഇപ്രകാരം ഒരു മർത്യശരീരത്തിൽ വാഴുന്നു എന്ന് ഇന്നും അധികം ആളുകൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവർ തന്നെ പൂർണ്ണമായി അതിനെ വിശ്വസിക്കുന്നില്ല. പല വിധത്തിലുള്ള പോരായ്മകൾ ഇപ്പോഴും ഇതിനിടയിലൊക്കെ ഉണ്ട്. കാരണം അത് അങ്ങനെയാണ്. ലോകത്തിലേക്ക് ഇറങ്ങി വന്നാൽ മർത്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണത്താൽ ക്ലേശം എത്ര സഹിക്കുന്നു സർവശക്തനെ എന്ന് ഭഗവാൻ തന്നെ ചോദിച്ചതാണ്. എന്നതുപോലെ ഈ ഇടുങ്ങിയ പരിധിയിലേക്ക് താൻ ഇറങ്ങി നിന്നുകൊണ്ട് ഓരോന്നും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരു എളിയവനാണെന്നോ വെളിവില്ലാത്തവനാണെന്നോ ഒക്കെ തോന്നിപ്പോകും സാധാരണക്കാർക്ക്. അതാരുടെയും കുറ്റമല്ല, കാരണം അങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ അറിവ് ഗ്രഹിച്ചവർ, ഈ അനുഭവസുഖത്തിൽ ജീവിക്കുന്നവർ ഒരു കാലത്തും മറന്നു പോകരുത്. സാക്ഷാൽ പരബ്രഹ്മം മർത്യനായി വാഴുന്നു ഖഡ്ഗിയായി കലിയുഗത്തിൽ. സാക്ഷാൽ പരബ്രഹ്മം മർത്യനായി വാഴുന്നു ഇതൊരു കാരണവശാലും മറന്നു പോകരുത്. പരബ്രഹ്മം പരബ്രഹ്മം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അതിൻ്റെ ഒന്നും അറിയില്ല. ഉള്ളും പുറവുമായി വാഴുന്ന മഹാചൈതന്യമാണ് പരബ്രഹ്മം. ഉള്ളും പുറവുമായി ഒന്നുപോലെ വാഴുന്ന. അപ്പം അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഈ ശരീരത്തിൽ കൂടി കാണുന്നത് എന്ന ബോധം നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾ ഒരു താഴ്ച ഉണ്ടാവുകയില്ല. അറിവിൽ നിങ്ങളിങ്ങനെ ഉന്നതരായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അറിവിൽ കൂടി ഉന്നതരാകുവാനും വളരുവാനും മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ സംശുദ്ധമായി ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുമ്പോൾ അവരന്വേഷിക്കും, ഈ കുഞ്ഞിനെന്താ ഒരു പ്രത്യേകത, ഈ ആളെന്താ ഇങ്ങനെ പെരുമാറുന്നത്, എന്താ ഇത്ര വിനയം, എന്താ ഇത്ര സന്തോഷം, ഈ ആളിൻ്റെ മുഖത്തൊരിക്കലും ഒരു ദുഃഖഭാവം ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവർ നമ്മളോട് അടുക്കും.
അവിടെയാണ് നമ്മുടെ ഗുരുവിൻ്റെ മഹത്വത്തെ നമ്മൾ പ്രകാശിപ്പിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഘോഷയാത്ര നടത്തുന്നുണ്ട്, അതുപോലെ പല കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കൂടുതൽ കാശിയിലുമാക്കി പരസ്യം ചെയ്യുന്നതിനേക്കാൾ ദൈവം ഇഷ്ടപ്പെടുന്നത് എൻ്റെ സന്താനങ്ങൾ ലോകത്തിലേക്ക് ഓരോ പ്രകാശദീപങ്ങളായി ഇന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിനാണ് ഈ ഒരുക്കങ്ങളെല്ലാം. ആ വിധത്തിൽ ഉന്നതമായ ആദർശത്തെ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഉന്നതമായൊരു മഹാഗോപുരം നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വലിയ വലിയ ആളുകൾ അന്വേഷിച്ചു തുടങ്ങി എന്നാ ഉദ്ഘാടനം. നമ്മുടെ കൂട്ടത്തിൽ ആത്മബോധ സംഘത്തിലേക്ക് അംഗമായി ചേർന്നവരല്ല, അല്ലാതുള്ളവർ തന്നെ. കാരണം അത്രത്തോളം വെളിയിലേക്ക് ഇത് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ശിവാനന്ദാശ്രമത്തിൽ ഇങ്ങനെ പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിക്കുന്ന ഒരു മഹാഗോപുരം നിർമ്മിക്കുന്നു. അത് സവിശേഷമായ ഒരു പ്രത്യേകത അതിലുണ്ട്. തച്ചുശാസ്ത്രമോ അല്ലെങ്കിൽ ശില്പശാസ്ത്രമോ അല്ല, അതിനേക്കാൾ കൂടുതൽ ഹൃദയശാസ്ത്രമാണ് അതിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ ആളുകൾക്ക് വളരെ ആകാംക്ഷയോടുകൂടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉന്നതമായ നിലയിൽ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം. എല്ലാ പ്രാർത്ഥനകളിലും അതുണ്ട്. ആ പ്രാർത്ഥന വീണ്ടും തുടരട്ടെ. ഉന്നതമായി ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിച്ച് കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഹൃദയമൊരുക്കി ഈശ്വരൻ നമുക്ക് നിലനിർത്തി തന്നിരിക്കുന്ന ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി എന്നാളും കരുതണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നടക്കുന്ന ഈ പക്കനാൾ സ്തുതി ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ സുഖവാഴ്ചയ്ക്ക് വേണ്ടി സങ്കല്പിച്ചുള്ളതാണ്. ആ സങ്കല്പത്തോടുകൂടി നിങ്ങൾ സ്തുതിക്കുക. ഇന്ന് ഇപ്പോൾ ഒരു ദക്ഷിണ അർപ്പിച്ച് ഈ വ്രതം ആരംഭിക്കുവാൻ വേണ്ടി വന്നവരാണ് ഈ ഇരിക്കുന്ന കൂടുതൽ ആളുകൾ. എൻ്റെ പ്രാർത്ഥന നടത്തുന്ന വീടുകളിൽ നിന്ന് അത് അറിയിക്കാൻ വന്നിട്ടുണ്ടാവും. ഇതെല്ലാം ഈശ്വരൻ സ്വീകരിച്ച് ഉന്നതമായ ഒരു ഭാഗ്യാനുഭവം, ആനന്ദാനുഭവം ഇന്നു മുതൽ തുടങ്ങുന്ന ഈ വ്രതകാലയളവിൽ നിങ്ങൾക്ക് അനുഭവമാകുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.